ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പം ഞാനൊരു സ്റ്റോറിയിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു ഒരു ആളും അയാളുടെ വൈഫും ഒരു കഴുതയായിട്ട് അവർ നടന്നു പോകുമായിരുന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പോകുന്ന വഴിക്ക് അയാൾ കഴുതപ്പുറത്ത് കയറി ഭാര്യയെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ മൂന്നുപേരും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേരും വഴിയിൽ ഒരാൾ കണ്ടിട്ട് പറഞ്ഞു, എന്ത് ആളാണത്, ഇയാൾ ഭാര്യയെ നടത്തിച്ചിട്ട് ആ കഴുതയുടെ പുറത്ത് അയാൾ കയറി ഇരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും അയാൾക്ക് തോന്നി, ഓ ശരിയാ, ഞാൻ ഭാര്യയെ നടത്തിക്കുക, അത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു, ഉടനെ തന്നെ അയാൾ ഇറങ്ങിയിട്ട് ഭാര്യയെ കഴുതപ്പുറത്ത് കയറ്റി. എന്നിട്ട് ഇവർ മൂന്നുപേരും പിന്നെയും നടക്കായി. കുറച്ച് ദൂരൂടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, എന്തെന്നാണ് നിങ്ങൾ എന്ത് മണ്ടത്തരമായി കാണിക്കുന്നത്, താൻ എന്തിനാ നടന്നു പോണേ, തനിക്കൂടെ ആ കഴുതപ്പുറത്ത് കയറി പൊക്കൂടെ, ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാണ്ട്, എന്തായാലും കഴുത ഉണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞു. അപ്പം അയാൾ വിചാരിച്ചു, അത് ശരിയാണല്ലോ, ഞാനെന്തിനാ നടക്കുന്നേ, എനിക്കും ഭാര്യയുടെ കൂടെ കയറി ഇരുന്നാൽ പോരെ, എന്തിനാ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇവരെന്ത് ചെയ്തു, ഈ ആളും കൂടെ കഴുതപ്പുറത്ത് കയറി പിന്നെയും രണ്ടുപേരും നടത്തം തുടങ്ങി. നടത്തമല്ല, അതിൻ്റെ മേളിൽ കയറി കഴുത നടന്നു തുടങ്ങി. കുറച്ച് ദൂരോടെ പോയപ്പോഴത്തേനും വേറൊരാൾ കണ്ടിട്ട് പറയാണ്, എന്ത് മനുഷ്യരാണ്, ആ പാവം കഴുതയ്ക്ക് നിങ്ങളുടെ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല, നിങ്ങൾ അതിൻ്റെ പുറത്ത് കയറി ഇരിക്കുകയാണോ, ഇങ്ങനെന്ന് ചോദിച്ചു. അപ്പോൾ തോന്നി, അയ്യോടാ ശരിയാ, കഴുത ബുദ്ധിമുട്ടുന്നുണ്ട്. ഉടനെ ഇവർ രണ്ടുപേരും ഇറങ്ങി. എന്നിട്ട് ഇവർ മൂന്നുപേരൂടെ നടക്കാൻ തുടങ്ങി. കുറച്ചുകൂടെ മാറി വേറെ ഒരാളെ കണ്ടപ്പോൾ പറഞ്ഞു, ആ കഴുത ഒരു മൃഗമല്ലേ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, അതിന് ക്ഷീണമില്ലേ, അത് എത്ര ദൂരമായി നടക്കുന്നു, കാലിന് തളർച്ചയില്ലേ. ഇങ്ങനെ പറയുമ്പോഴത്തേന് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ കഴുതേനെ വലിയ കമ്പിൽ തടിയിൽ കെട്ടിയിട്ട് ഭാര്യയും ഭർത്താവോടെ ചുമന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ, പലരും പല അഭിപ്രായങ്ങളും പറയും. അതിപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ കേസിലാണെങ്കിലും ഇതാണ്, നമ്മളെല്ലാവരും പറയുന്ന കേൾക്കാൻ പോയാൽ നമ്മൾ സ്വയം മണ്ടത്തരം ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇപ്പം ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് തന്നെ എല്ലാവരും പറയുന്ന അവനവൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നിട്ടാണ്, എല്ലാവരും ചിന്തിക്കുന്ന ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവനവൻ്റെ പേഴ്സ്പെക്റ്റീവിൽ അവരൊരു അഭിപ്രായം പറഞ്ഞു, അത് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. സോ നമ്മുടെ യാത്രയിൽ, നമ്മുടെ ജീവിതം എന്നുള്ളൊരു യാത്രയിൽ, ആ ഒരു ജേർണിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പം നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ഒരുപാട് അഭിപ്രായങ്ങൾ കിട്ടും. ഒരുപാട് അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും നമുക്കെല്ലാം എടുക്കണം എന്നല്ല, നല്ലതിനെ സ്വീകരിക്കാൻ, വേണ്ടതിനെ അവിടെ തന്നെ വേണ്ടാന്ന് വെക്കാം. ഓക്കെ, എന്ത് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടത് നമ്മളായിരിക്കണം, അല്ലെ ഫൈനൽ ഡിസിഷൻ എന്നൊക്കെ പറയുന്നത് നമ്മളായിരിക്കണം. ആരൊക്കെ എന്തൊക്കെ വേണേലും പറഞ്ഞോട്ടെ, പക്ഷേ അറ്റ് ദ എൻഡ് എന്ന് പറയുന്ന ആ ഒരു ഡിസിഷൻ നമ്മുടെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് നമ്മുടെ ആണെന്ന് ഉറപ്പ് വരുത്തണം. നമുക്ക് പലരും പറയുന്നത് കേട്ട് ജീവിക്കാം. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ലൈഫിലെന്ന് പറഞ്ഞാൽ, സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്തെന്ന് പറഞ്ഞാൽ, എൻ്റെ ലൈഫിൽ ഒരുപാട് പേര് കൈ കടത്തുമായിരുന്നു. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ബന്ധുക്കൾ ഒരാവശ്യവും ഇല്ലാതെ കൈ കടത്തുമായിരുന്നു. എനിക്ക് MBA എന്നുള്ള കോഴ്സ് എടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ കുറേ പറയുന്നു. അപ്പം വീട്ടുകാരാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, നമുക്കത് പറ്റത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളൊരു സൈഡിൽ നിന്ന് പറയുന്നു. പക്ഷെ എനിക്ക് MBA എന്നുള്ളൊരു മോഹം എപ്പോഴും എൻ്റെ ഉള്ളിൽ കയറി കൂടിയതാണ്. അപ്പം എനിക്ക് MBA പഠിക്കണം. അപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പം അമ്മ പറഞ്ഞു, അമ്മയുടെ സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ അവരിൽ ഒരാൾ പറയുന്നു, ഇവിടെ MBAക്ക് വിടണ്ട, MBAക്ക് വിടണ്ട, വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്താൽ മതി, ഇത് വേണ്ട, ഇത് ശരിയാവത്തില്ല, ഇതിൽ ജോലി കിട്ടത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. ഉടനെ ഇത് കേട്ടിട്ട് എൻ്റെ അമ്മ എല്ലാ തവണത്തെയും പോലെ, അവരങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നീ ഇത് ചെയ്താൽ മതി, ഇങ്ങനെ ആയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിന്യൂസ്ലി ഇതെൻ്റെ അടുത്ത് പറയുന്നു. എന്നെ ഒരുമാതിരി ആക്കുന്നു. കണ്ടിന്യൂസ്ലി ഇതാണ് ഞാൻ കേട്ടോണ്ടിരിക്കണം, നീ പോകണ്ട, നിനക്കത് കിട്ടത്തില്ല, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഫുള്ള് നെഗറ്റീവ് തോട്ട്സ് ആണ് എനിക്ക്. പക്ഷേ വൺസ് ഞാൻ അന്നത് കേട്ട് ഞാനത് വേണ്ട, അതെനിക്ക് MBA എന്നെ കിട്ടത്തില്ല, അവരങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, അവർക്ക് എന്നെക്കായി അറിവില്ലേ, അന്ന് ഞാനത് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഒരു ജോബിലോ ഇന്ന് ഈ ഒരു പൊസിഷനിലോ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അന്ന് ഞാൻ ഭയങ്കര വാശിയിൽ തന്നെ നിന്നു, എനിക്ക് MBAക്ക് തന്നെ പോകണം. എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ കട്ടക്കുണ്ടായിരുന്നു. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ആഗ്രഹം എന്താണോ അതിന് പോയാൽ മതി എന്നുള്ള രീതിക്ക് തന്നെ അച്ഛൻ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ സൈഡിൽ നിന്നുള്ളവർ ഫുൾ നെഗറ്റീവും, അമ്മയ്ക്ക് എന്നും ഈ മറ്റേ എന്താ പറയുക,
ഇതിൻ്റെ കൂട്ടത്തിൽ എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിയിൽ ഇങ്ങനെ ഇച്ചിരി വെച്ച് കത്തിച്ച് കൊടുത്ത് അമ്മയാണ് അത് വന്നിട്ട് ആ പ്രഷർ ഫുൾ എൻ്റെ അടുത്ത് തീർത്തുകൊണ്ടിരുന്നത്. അപ്പം പക്ഷേ അറ്റ് ദ എൻഡ് ഫൈനൽ ഡിസിഷൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു. അങ്ങനെ ഞാൻ MBAക്ക് പോയി. അങ്ങനെ എനിക്കിപ്പോൾ ഒരു HR എന്നൊരു പൊസിഷനിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അന്ന് അവർ പറയുന്ന കേട്ട് നമ്മൾ ആരും ഒരാളുടെ ലൈഫിലും കയറി അഭിപ്രായം പറയാറില്ല. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? ആ ഒരു ഓവർ സ്വാതന്ത്ര്യം അവരെടുക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഇങ്ങനെ ചിലരുണ്ട്, ഇങ്ങനെ സ്വാതന്ത്ര്യം എടുത്തിട്ട് പറയും ഞങ്ങളുടെ മോളാന്ന് കരുതിയിട്ടാ, അല്ല ഞങ്ങളുടെ ഇതാണ്. സത്യത്തിൽ ഇതൊക്കെ ഒരു ട്രാപ്പാണ്. നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് അവിടെ നിർത്തുക. ആ ഒരു ലെവലിൽ ഇപ്പുറത്തോട്ട് കടത്താതിരിക്കുക. കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട്, ഈ ഒരു കേസ് എന്നല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് ഇതുപോലെ ഞാൻ സഫർ ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായത്തിൻ്റെ പേരിൽ. അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ് ആക്ച്വലി അതിൻ്റെ പവർ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ലൈഫ് എങ്ങനെ പോകണമെന്ന്. നമ്മൾ നിരന്തരം ഞാൻ കഴിവില്ലാത്തവനാ, ഞാൻ ശരിയാവത്തില്ല, എനിക്ക് ലക്കില്ല, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ അതായി തീരും. നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ അവസരങ്ങൾ കിട്ടിയിട്ടും രക്ഷപ്പെടാതെ പോകുന്നവരുണ്ട്. എന്നാൽ ചെറിയ അവസരത്തിലൂടെ ജസ്റ്റ് കയറിപ്പോയി രക്ഷപ്പെടുന്നവരും ഉണ്ട്. അതെങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ട്. 2 തരത്തിലാണ് മൈൻഡ് സെറ്റിനെ പറയുന്നത്. ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും. ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു 10,000 രൂപ ശമ്പളം ഉണ്ടെന്ന് വെച്ചോ. ഈ 10,000 രൂപ എന്ന് എനിക്ക് വേറൊരു ജോലിക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഈ 10,000 തന്നെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് ലൈഫ് ലോങ് മുന്നോട്ട് പോവാം. നേരെ മറിച്ച് ഞാനൊരു കമ്പനിയിൽ സ്റ്റാർട്ടിങ്ങിൽ കയറിയപ്പോൾ 10 കിട്ടി, എനിക്ക് അടുത്ത കമ്പനിയിൽ പോയപ്പോൾ 15 കിട്ടി, 20 കിട്ടി, 30 കിട്ടി. അങ്ങനാണ് ഓരോന്ന് ചേഞ്ച് ചെയ്ത്. സാലറി പാറ്റേൺ മാത്രമല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമുക്ക് ഗ്രോ ചെയ്യണം എന്ന് നമ്മുടെ ഉള്ളിലൊരു തോന്നലുണ്ടാവണം. അതേപോലെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റും അതിനനുസരിച്ച് മാറ്റണം. നമുക്കൊരു ഫെയിലിയർ വന്നു, ഞാൻ ഈ ട്രൈ ചെയ്യുന്നില്ല, ഞാൻ തോറ്റു, എന്തായാലും എനിക്കിനി പറ്റത്തില്ല, ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് എനിക്കൊരു തോൽവി സമ്മതിച്ചു, എവിടാണ് എൻ്റെ കയ്യിൽ നിന്ന് പിഴവ് പറ്റിയത്, അതേപോലെ എവിടാണ് എനിക്ക് തെറ്റിയത്, ഇതിന്ന് എനിക്ക് എന്ത് ലെസണാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കി അടുത്ത തവണ ഒന്നുകൂടെ ട്രൈ നോക്കുക. അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അപ്പം ഇതാണിത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിൽ ഇരുന്നാൽ നമ്മൾ ലൈഫ് ലോങ് അതിലിരുന്നും പോത്തുള്ളൂ, മറ്റുള്ളവർ നമ്മുടെ തലയിൽ കയറി നിരങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താവണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ടാവും, നമുക്ക് ചുറ്റിനും കിടന്ന് അഭിപ്രായം പറയാനും ഒരുപാടുണ്ടാവും. എന്ത് എടുക്കണം എന്നുള്ളത് തീരുമാനം നമ്മുടെ ആയിരിക്കണം. ഇതിൽ ഞാൻ ഉറച്ചു പറയുന്നതിന് ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം, ഞാനൊരു CBSE സ്കൂളിലാണ് പഠിച്ചത്. സ്കൂളിൽ പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, സ്കൂളിൽ 2 സൈഡിലും മുടിയൊക്കെ കെട്ടിയിട്ടാണ് പോകാനുള്ളത്. അപ്പോൾ ഞാൻ കണ്ണെഴുതുമായിരുന്നു. ഞാൻ ചെറുതിലെ തൊട്ടേ കണ്ണെഴുതുമായിരുന്നു പോകാൻ നേരം. നമ്മുടെ സ്കൂളിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു കസിൻ ടീച്ചറാണ്. സോ അതൊരു ഗേൾസ് സ്കൂളാണ്. അപ്പോൾ ആളുടെ സ്കൂളിൽ കുട്ടികൾ കണ്ണെഴുതി വരാൻ പാടില്ല. കണ്ണെഴുതി വരുന്ന കുട്ടികൾ മോശം കുട്ടികളാണ്. ഓക്കെ, ഒരു സ്കൂള് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കണ്ണെഴുതി വരാൻ പാടില്ല. സിസ്റ്റേഴ്സൊക്കെ നടത്തുന്നൊരു സ്കൂളാണ്. അപ്പോൾ ആളുടെ സ്കൂളിൽ കണ്ണെഴുതി വരുന്ന കുട്ടികളെ വളരെ മോശം കുട്ടികൾ, ചീത്ത, അറിയാലോ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. അങ്ങനെ ഒരു കാറ്റഗറിയിലാണ് അവരെ പെടുത്തി മാറ്റി നിർത്തുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു കസിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അപ്പം ഈ എക്സ് വന്നിട്ട് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അവളെ ഇനി കണ്ണെഴുതി വിടാൻ പറ്റത്തില്ല, ഒരുക്കി വിടാൻ പറ്റത്തില്ല, ഇതിങ്ങനെ മോശം പിള്ളേരാണ് അങ്ങനെ. കേട്ട വാതി കേൾക്കാത്ത വാതി. എൻ്റെ അമ്മ അതേപടി തന്നെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇനി കണ്ണെഴുതരുത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കണ്ണെഴുതിയാൽ എന്താ കുഴപ്പം? വേണ്ട, കണ്ണെഴുതണ്ട എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ആ സമയത്ത് നിവൃത്തിയില്ല, കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വെക്കേഷൻ സമയത്ത് ഈ പറഞ്ഞ എക്സ് നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേനും കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ വേദം ഊതിക്കൊണ്ടേയിരിക്കും. കണ്ണെഴുതരുത്, കണ്ണെഴുതി അങ്ങനെയാണ്, ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ സംഭവിച്ചായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ പോയി, ഫുൾ ഇത് തന്നെ. നമുക്ക് ദേഷ്യം വരും. കാര്യം നമുക്ക് ഏജിന് മൂത്തായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ അമ്മയാണെങ്കിൽ എല്ലാം തന്നു ആ ഫുൾ സൈഡിൽ നിന്ന് കേൾക്കുന്ന ഒരു വ്യക്തി. എന്നിട്ട് അമ്മ പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യം അമ്മയുടെ വീട്ടിൽ അമ്മ ഇളയ കുട്ടിയായിരുന്നു, ഫുള്ളി ഡിപ്പെൻഡഡ് ആയിട്ട് വളർന്ന ഒരാളായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് വളർന്നു വന്ന സാഹചര്യം. അതുകൊണ്ട് അതിനെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ സ്കൂളിൽ പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവർ ഈ പറയുന്ന കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇങ്ങനെ കണ്ണെഴുതി വിടാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ
കാലം മാറി, കുറെ കാര്യങ്ങളായി, ഇതൊക്കെ വെറും ചിന്തകളായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. എന്തിന്റെ പേരിലായിരുന്നു അന്ന് ഞാൻ ആലോചിക്കായിരുന്നു, ആ സ്കൂളിലെ കുട്ടികൾ എന്തോരം സഫർ ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ ഓരോ ചെറിയ കാര്യം, കണ്ണെഴുതാൻ പാടില്ല, എന്തൊക്കെയാണോ എന്തോ, ഇതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ മാത്രമേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ കുട്ടികളെ ഒരുപാട് രീതിയിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരിക്കും ആ സ്കൂളിൽ കേട്ടോ. ഞാനതൊക്കെ ഇപ്പം ആലോചിക്കുകയാണ്, എന്തിനായിരുന്നു അത്. ഇപ്പം എല്ലാവരും തന്നെ കണ്ണെഴുതും, എല്ലാവരും തന്നെ അവനവൻ്റെ ഇഷ്ടത്തിന് ചെയ്യും. ഇപ്പം കുറേയേറെ മാറി. ഇന്നത്തെ കാലത്താണ് ആ പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞ കസിൻ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ വേറെ വല്ലൊരു ആട്ടി വിട്ടേനെ, അതുപോലെ പോയേനെ. കാര്യം ഇതാണ് സിറ്റുവേഷൻ. അത് അവർ അക്സെപ്റ്റഡ് അല്ല. അവരുടെ കാലത്ത് എങ്ങനെയാണോ നടന്നു വന്നിരുന്നത് അതേ രീതിയിലേ പോകാൻ പാടുള്ളൂ. എന്നാൽ നമ്മളാരെങ്കിലും ഈ പറഞ്ഞവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാൻ 100 പേരാ. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, നമ്മൾ മൈൻഡ് സെറ്റ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ഒരു ഇച്ചിരി മാറിപ്പോയി. എന്നാൽ പോലും നമുക്ക് വിജയിക്കണം, നമ്മുടെ ലൈഫിൽ സക്സസ് വേണം, ഈ പറഞ്ഞവരെ എല്ലാം നിർത്തി എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ നല്ലൊരു ലെവലിൽ ഞാൻ എത്തും. ആ ഒരു സമയത്ത് എൻ്റെ അടുത്ത് എനിക്ക് ചെറിയ വാശികളുണ്ട്. ആ വാശികളെ എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ, എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ എനിക്ക് പറ്റും. വൈ? ബിക്കോസ് ഞാൻ ഇന്ന് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളിൽ ഓരോരുത്തർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും തന്നവരുണ്ടായിരിക്കാം. ആരെ മുഖം കറുപ്പിച്ച് നിൽക്കുമോ, ഒന്നും പറയുമോ, ഒന്നും വേണ്ട. നമ്മുടെ റിസൾട്ടിലൂടെ നമുക്കവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇത്രയും വിചാരിക്കുക, എന്താണോ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നത്, അത് നിങ്ങളായിത്തീരും. നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് അങ്ങനെ വരുള്ളൂ, എന്തൊക്കെ സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞാലും. അപ്പം നമുക്ക് ഈ മൈൻഡ് സെറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുത്തു കളയേണ്ട ഒരു കാര്യമാണ് നെഗറ്റീവ് മൈൻഡ് സെറ്റ്. ദെൻ കമ്പാരിസൺ. ഈ സെൽഫ് ടോക്കാണ് ഞാൻ നെഗറ്റീവ് എന്ന് ഉദ്ദേശിച്ച കേട്ടോ. നെഗറ്റീവ് സെൽഫ് ടോക്ക് ഒഴിവാക്കുക, കമ്പാരിസൺ ഒഴിവാക്കുക. ഡെയിലി എങ്ങനെ ഏത് കാര്യത്തിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക, നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക, നമ്മുടെ ഗോളിലേക്കുള്ള ക്ലാരിറ്റി അല്ലെ ആ ഒരു പാത്ത് ക്ലിയർ ആക്കി വിടുക. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പം ഒന്നും കൂടെ ഞാൻ സ്ട്രെസ് ചെയ്ത് തന്നെ പറയുകയാണ്, മൈൻഡ് സെറ്റ് മാറ്റുക. നെഗറ്റീവ് മൈൻഡ് സെറ്റാണ്, അതിപ്പം മാറ്റിക്കൊള്ളുക. നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് മതി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇന്നേ പണിയെടുക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.